إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 120-121 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആ പിശാചുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നോക്കൂ നിങ്ങൾ. ഇബ്ലീസുമായി ബന്ധപ്പെട്ട വചനങ്ങൾ, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വചനങ്ങളാണ്. യഇദുഹും, അവരോട് അവൻ വാഗ്ദാനം ചെയ്യും, ആ പിശാച് വാഗ്ദാനം ചെയ്യും. വയുമന്നീഹിം, അവരെ മോഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ പലതരം വാഗ്ദാനങ്ങൾ ആ പിശാച് കൊടുക്കും. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊള്ളൂ, അതൊക്കെ നിങ്ങൾക്ക് ഗുണകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്കിലേക്കും കുഫ്റിലേക്കും അവരെ നയിക്കും, തോന്നിവാസത്തിലേക്കും തമ്മാടിത്തത്തിലേക്കും നയിക്കും. വയുമന്നീഹിം, അവരെ മോഹിപ്പിക്കുകയും ചെയ്യും. ദുനിയാവിന്റെ നോക്കു നിങ്ങൾ പലതരം രംഗ അലങ്കാരങ്ങൾ കാണിച്ചുകൊണ്ട് അതിലേക്ക് അവൻ മോഹിപ്പിക്കും. നോക്കൂ നിങ്ങൾ, പ്രധാനമായും ധനം, അതുപോലെയുള്ള വില കൂടിയ വാഹനങ്ങൾ, കുതിരകൾ, അതൊക്കെയും കാണിച്ചുകൊണ്ട് അവരെ മോഹിപ്പിക്കും. അങ്ങനെ അവരെ ലലാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞുള്ള പറയുകയാണ്, വമായഇദുഹും, അവന്റെ വാഗ്ദാനമല്ല, പിശാചിന്റെ വാഗ്ദാനമല്ല. യഇദുഹുമു ശൈത്വാനു, ആ പിശാചിന്റെ വാഗ്ദാനമല്ല. ഇല്ലാ ഗുറൂറ, അത് വഞ്ചനയല്ലാതെ അല്ല എന്നാണ് പറയുന്നത്. അത് നോക്കൂ നിങ്ങൾ, ജനങ്ങളെ, ലോക ജനങ്ങളെ നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയുള്ള വാഗ്ദാനം മാത്രമാകുന്നു. ഒരിക്കലും അതൊന്നും യാഥാർത്ഥ്യമല്ല, സത്യമല്ല. അതുകൊണ്ട് അവനെ പിൻപറ്റാൻ പാടില്ല, അവൻ പറയുന്നത് കേൾക്കാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഉലായിക, അക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ വാഗ്ദത്തത്തിൽ കുടുങ്ങിക്കൊണ്ട് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റി സഞ്ചരിച്ച ആ വ്യക്തികൾ, മഅ്വാഹും, അവർക്കുള്ള സങ്കേതം ജഹന്നം, ജഹന്നം എന്ന നരകമാകുന്നു. വലാ യജിദൂന, അവർ കണ്ടെത്തുകയില്ല, അൻഹാ, ആ നരകത്തെ തൊട്ട്, ജഹന്നം എന്ന നരകത്തെ തൊട്ട്, മഹീസൻ, ഓടിപ്പോകാനുള്ള ഒരു സ്ഥാനവും കണ്ടെത്തില്ലെന്ന് പറഞ്ഞാൽ അതിൽ കുടുങ്ങിപ്പോകും. ഒരിക്കലും അതിൽ രക്ഷയുണ്ടാകില്ല, കാലാകാലം അതിൽ തന്നെ കഴിയേണ്ടി വരും. ഇത് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ നമുക്ക് അവതരിപ്പിച്ച വചനമാണ്. നോക്കൂ നിങ്ങൾ, മുൻകൂട്ടി നമുക്ക് ഇതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. നന്നാകാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി, യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളോട് മുഴുവനായും നോക്കൂ നിങ്ങൾ ഈ രൂപത്തിൽ അല്ലാഹു സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.